ട്രിയോണ്ട. അതായത് ഇന്ന് ഈ 2026 ലോകകപ്പിൽ ഫുട്ബോൾ ലോകകപ്പിൽ ഉപയോഗിക്കുന്ന ബോളിന്റെ പേരാണ് ട്രിയോണ്ട. ഇതൊരു സ്പാനിഷ് വേർഡാണ്. ഈ സ്പാനിഷ് വേർഡിന്റെ അർത്ഥം എന്ന് പറയുന്നത് 3 തിരമാലകൾ എന്നുള്ളതാണ്. അതായത് 3 രാജ്യങ്ങളെ സൂചിപ്പിക്കുന്നു എന്നാണ്. ഫുട്ബോൾ ലോകകപ്പ് മാമാങ്കം ആതിഥേയത്വം വഹിക്കുന്ന 3 രാജ്യങ്ങൾ: 1 അമേരിക്ക, 2 മെക്സിക്കോ, 3 കാനഡ. അതായത് ഇതിൻ്റെ അകത്ത് 3 നിറങ്ങളും ആലേപനം ചെയ്തിട്ടുണ്ട്. 3 നിറങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് നീലയാണ്, 2 പച്ചയാണ്, 3 ചുവപ്പാണ്. ഒന്നാമത്തെ നീല നിറത്തിനകത്ത് സ്റ്റാർ ആണ് സൂചിപ്പിച്ചിരിക്കുന്നത്, അത് അമേരിക്കയെ ആണ് സൂചിപ്പിച്ചിരിക്കുന്നത്. രണ്ടാമത് ബോളിന്റെ ഒരു വശത്തെ നിറം എന്ന് പറയുന്നത് പച്ചയാണ്. പച്ച നിറത്തിന്റെ അകത്ത് കഴുകനെ ആലേപനം ചെയ്തു വെച്ചിരിക്കുന്നു. അപ്പൊ ഈ കഴുകന് പച്ച നിറവ് സൂചിപ്പിക്കുന്നത് മെക്സിക്കോയെയാണ്. മൂന്നാമത്തെ നിറം എന്ന് പറഞ്ഞാൽ ചുവപ്പാണ്. ഈ ചുവപ്പിനെ സൂചിപ്പിക്കുന്നത് കാനഡയാണ്. അതായത് മേപ്പിൾ ഇല വരുന്ന ഡിസൈനാണ്. അപ്പൊ നമുക്ക് കാനഡ ഫ്ലാഗിലൊക്കെ നമ്മളത് കണ്ടിട്ടുമുണ്ട്. അപ്പോൾ ഇതാണ് ഈ ട്രിയോണ്ട എന്ന നാമധേയമുള്ള പന്തിന്റെ ഐതിഹ്യം എന്ന് പറയുന്നത്. ഇവരിത് ഡിസൈൻ ചെയ്യാനായിട്ടും അതേപോലെ തന്നെ ഈ 3 നിറങ്ങൾ കൊടുക്കുവാനായിട്ടും ഈ ബോളിന് സ്പാനിഷ് വേർഡായിട്ടുള്ള ട്രിയോണ്ട എന്ന പേര് ഇടാനായിട്ടും ഉള്ള കാരണം ഇതാണ്. അതായത് ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. അഡിഡാസ് എന്ന് പറയുന്ന ജർമ്മൻ സ്പോർട്സ് ബ്രാൻഡായിട്ടുള്ള ഭീമന്മാർ അതിമനോഹരമായിട്ടുള്ള ഒരു ബോൾ നിർമ്മിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു 14 ഗ്രാം മാത്രമുള്ള ഒരു ചിപ്പിനെയും കൂടി അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ചിപ്പിന്റെ സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോളിന്റെ സ്പീഡ് ട്രാക്ക് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ ബോൾ സ്പിൻ ചെയ്യുന്നത് ട്രാക്ക് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ ബോളിന്റെ മൂവ്മെന്റ്സ് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഈ 14 ഗ്രാം മാത്രമുള്ള ഒരു ചിപ്പ് ഇതിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. ആ ചിപ്പ് എന്ന് പറയുന്നത് ഏകദേശം ഫുട്ബോൾ മാച്ച് തുടങ്ങുന്നതിന് മുമ്പ് ഒറ്റ ചാർജിൽ 6 മണിക്കൂറോളം ചാർജ് നിൽക്കും എന്നുള്ളതാണ്. അതായത് നമ്മൾ കഴിഞ്ഞ വേൾഡ് കപ്പ് ഫൈനൽ കണ്ടിട്ടുണ്ട്, ഏകദേശം 24 ടു 28 മിനിറ്റ് ഒക്കെ കളി നീണ്ടു പോയിട്ടുണ്ട്. അതായത് അങ്ങനെ കളി നീണ്ടുപോയാലും ഈ ചിപ്പ് 6 മണിക്കൂർ വരെ ചാർജ് നൽകുന്നതാണ്. ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് മോഷൻ സെൻസറാണ് വെച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ പന്തിന്റെ സ്പീഡ് ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും, അതേപോലെ തന്നെ ഈ പന്തിന്റെ മൂവ്മെന്റ്സ് ട്രാക്ക് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ പന്തിന്റെ സ്പിന്നിങ് ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നീട് നമുക്കറിയാം റഫറി എന്ന് പറയുന്നത് മനുഷ്യരാണ്. മനുഷ്യന് പിഴവ് പറ്റാനായിട്ടുള്ള ചാൻസും കൂടുതലാണ്. എന്നാൽ ഒരു നെല്ലടക്കി പോലും പിഴവ് വരാൻ പാടില്ല. കാരണം ഓഫ് സൈഡ് അടക്കം ഉള്ള കാര്യങ്ങളും അതല്ലെന്നുണ്ടെങ്കിൽ ബോള് ഔട്ട് ലൈൻ പുറത്ത് പോകുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളും മനുഷ്യന് തെറ്റുപറ്റിയാൽ പോലും ഈ ബോളിന് തെറ്റില്ല എന്നുള്ളതാണ്. കാരണം അത്രയ്ക്കും സാങ്കേതിക മികവുള്ള ഒരു ചിപ്പ് അതിൻ്റെ അകത്ത് ഘടിപ്പിച്ചിരിക്കുന്നതിനാൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ആ ചിപ്പ് നൽകും എന്നുള്ളത്, അതായത് നമ്മുടെ ട്രിയോണ്ട നൽകും എന്നുള്ളതാണ്. ഇനിയും എക്സ്ട്രാ ടൈമൊക്കെ കഴിഞ്ഞ് സഡൻ ഡെത്തിലേക്ക് പോയാൽ കാര്യങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാകില്ല. ഈ ബോളിന്റെ നമ്മുടെ ദൈർഘ്യം എന്ന് പറയുന്നത്, ചാർജിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് 6 മണിക്കൂറാണ്. അപ്പോൾ തീർച്ചയായിട്ടും വേൾഡ് കപ്പ് മാമാങ്കം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ആവേശകരമായിട്ടുള്ള കളികൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത്